ആപ്പിൾകുട്ടീസിന്റെ ഇന്നത്തെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ എന്താ എവിടേക്ക് പോണ കിച്ചു? ഞങ്ങൾ അമ്പലങ്ങളിലേക്ക് പോയിട്ട് അപ്പൊ ഞാൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ എല്ലാവരും ഉണ്ട്. ഞങ്ങളൊക്കെ അതേ അമ്പലത്തിൽ പോവാനാണ്. അപ്പൊ ഞാൻ അമ്പലത്തിൽ പോകുന്ന വിശേഷങ്ങളൊക്കെ വീഡിയോയിൽ കാണാം. ഓക്കെ. അപ്പോൾ ഇതാ നമ്മൾ വീടിൻ്റെ അവിടെ നിന്ന് താഴെ റോഡിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ എന്താ വണ്ടിയൊക്കെ കൊണ്ട് വന്നിട്ടുണ്ട്. ഈ വണ്ടിയിലാണ് നമ്മൾ അമ്പലങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ്. അപ്പോൾ ഈ ഞായറാഴ്ച ദിവസം രാവിലെ തന്നെ ഒരു 9:30 ആയിട്ടുണ്ട് ഞങ്ങൾ പോകാനായിട്ട് നോക്കുമ്പോൾ. അപ്പോൾ ഇതേ വണ്ടി കൊടുന്ന പക്ഷേ 3 പേരും ഫ്രണ്ടിൽ കയറിയിരുന്ന് തല്ലുകൂടാണ്. അപ്പോൾ അവസാനം അവർ ഇറങ്ങി അച്ചുമോ ഫ്രണ്ടിലിരുന്നു കേട്ടോ, ഞങ്ങൾ പുറകിലിരുന്നു. നമ്മൾ പോകുന്ന വഴിക്ക് കോഴിക്കുള്ളിയിലൊരു വീട്ടിൽ ഇതുപോലെ ഒരു കുതിരേനെ വളർത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളവിടെ വണ്ടി നിർത്തിയപ്പോൾ ആണ് ഈ കുതിരേനെ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞാനും സൂര്യൻ വണ്ടിയിലിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കി ഉണ്ണികളും ചേട്ടനും കൂടിയിട്ട് കുതിരയുടെ അടുത്തേക്ക് പോയി. അങ്ങനെ അവർ കുതിരയ്ക്ക് ഇതാ ഏലയൊക്കെ കൊടുക്കാൻ കേട്ടോ. കുതിര മാവിൻ്റെ ഇല തിന്നുന്നത് കണ്ടപ്പോൾ പാറു അത് എടുത്ത് കൊടുക്കുകയാണ്, കിച്ചുമോനും കൊടുക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിച്ചു. അപ്പോൾ അങ്ങനെ കുതിരയുടെ പുറത്ത് കയറണമെന്ന് തോന്നിയപ്പോൾ പാറുവിനെ ചേട്ടൻ കുതിരയുടെ പുറത്ത് കയറ്റി കേട്ടോ. അപ്പോൾ ഇന്ന് ചേട്ടൻ്റെ കൂടെയാണ് പോകുന്നത്. ശ്രീചേട്ടൻ ഇല്ല ചേട്ടന്ന്. അപ്പം ഞങ്ങളും അതുപോലെ ചേട്ടനും സൂര്യയും ഉണ്ണിയോളും ആണുള്ളത്. അപ്പോൾ ആ പാറുവിനൊന്ന് കുതിരപ്പുറത്ത് കയറ്റാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അവർക്ക് പേടിയൊന്നുമില്ല. അതൊരു വീട്ടിലാണ് കേട്ടോ വളർത്തുന്നത്. വീടിൻ്റെ മുൻപിൽ തന്നെയാണ് കുതിര നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് പരിചയമുള്ളതുകൊണ്ട് നമ്മൾ അവരോട് സംസാരിച്ചിട്ടാണ് പോയത് കേട്ടോ. അങ്ങനെ ദേ പാറുവിനെ ചേട്ടൻ വിളിക്കുകയാണ് കുതിരയുടെ പുറത്തെടുക്കാനായിട്ട്. അവർ കുറേ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ ദേ പാറു എന്താ പറയുക കുതിരപ്പുറത്ത്. ഞാനിതുവരെ കുതിരേനെ തൊട്ടിട്ട് പോലും ഇല്ല കേട്ടോ. അപ്പോൾ ആരൊക്കെ ഈ പ്രായമാകുമ്പോഴേക്കും കുതിരപ്പുറത്ത് കയറി അല്ലേ. അങ്ങനെ ഉണ്ണികളൊക്കെ ഇതുപോലെ കുതിരേനെ തൊട്ടു. കുതിരയുടെ പുറത്തതേ പാറ് കയറി കുറേ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു. അതിനുശേഷം വീണ്ടും ഞങ്ങൾ തിരിച്ച് വണ്ടിയിൽ വന്ന് പോവാണ് കേട്ടോ. അങ്ങനെ തൃപ്രയാർക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. തൃപ്രയാർ. അപ്പോൾ ഇതാ നമ്മുടെ തൃപ്രയാർ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മീനിട്ടൊക്കെ നടക്കുന്ന കടവാണ് കേട്ടോ കാണുന്നത്. നല്ല വെയിലും നല്ല ചൂടൊക്കെ ഉണ്ട്. എന്താ പറയുക, അത്രയും ചൂടാണ്. അപ്പോൾ എന്തായാലും 11 മണിയൊക്കെ ആവാറായിട്ടുണ്ട് നമ്മളവിടെ എത്തുമ്പോൾ. നട അടയ്ക്കുന്ന സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഭാഗ്യത്തിന് നമ്മൾ തൊഴുത് കഴിഞ്ഞിട്ടാണ് നട അടച്ചത്. അപ്പോൾ അതാ ഞങ്ങൾ വണ്ടിയൊക്കെ ഇട്ടിട്ട് നടക്കുകയാണ്. ചെരുപ്പ് വണ്ടിയിലിട്ടേ, പക്ഷെ റോഡൊക്കെ നല്ല പഴുത്ത് കിടക്കുക. അങ്ങനെ നമ്മൾ നമ്മുടെ തൃപ്രയാർ ശ്രീരാമസ്വാമിയുടെ അമ്പലത്തിൽ എത്തി. അവിടേക്ക് നടന്ന് വേഗം പോവാണ്. അപ്പോൾ ഇനി എന്താ പറയുക, അവിടെ എത്തിപ്പോയി തൊഴണം. കണ്ടോ, നമുക്ക് കടകളിൽ എപ്പോഴും നമ്മൾ നോക്കില്ല അങ്ങനെ വാങ്ങിച്ചാലും ഇല്ലെങ്കിലും കടകൾ കാണുമ്പോൾ നമുക്കൊരു അട്രാക്ഷൻ അല്ല. അപ്പോൾ അവിടെയും കുറേ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ കടകളിലൊന്നും കയറിയില്ല, കാരണം വേഗം സമയമായതുകൊണ്ട് നമ്മൾ വേഗം തന്നെ പോയി അമ്പലത്തിൽ തൊഴണം എന്നുള്ളൊരു ചിന്തയിൽ വേഗം പോവാണല്ലോ. അപ്പോൾ ഇത് അവിടെ കണ്ടോ നടപ്പോര. എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ച അങ്ങോട്ട് മകീരം പുറപ്പാടൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങളും വേഗം പോയി അമ്പലത്തിൽ കയറി തൊഴാണ് കേട്ടോ. അപ്പോൾ പാറും അതുമൊക്കെ കടയിൽ കണ്ടിട്ട് അത് വേണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവർ വേഗം ഞങ്ങളുടെ കൂടെ വന്ന് തൊഴുതു. ഇനി എന്തായാലും നമ്മൾ തൊഴുതിറങ്ങട്ടെ. അപ്പോൾ ഉള്ളിൽ എന്തായാലും നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ തൊഴുതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങളിത് ആ വലം വയ്ക്കുന്ന സമയത്ത് ഇത് പള്ളിയോടെന്ന് പറയും. ഈ എന്താ പറയുക, തേവർ ഇതിലാണ് എഴുന്നള്ളി പോവാന്നൊക്കെ അവിടെ ചരിത്രമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിന്ന് ഞങ്ങൾ ഇങ്ങനെ വായിച്ചു. അതിനുശേഷം എന്താ മീനൂട്ട് നടത്തുകയാണ് കേട്ടോ. മീനൂട്ടിനുള്ളത് ഇതെടുത്തിട്ട് നമ്മൾ മീനിനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിനായിട്ട് ഇവിടെ അടിയാണ്. അതും പാറും കിച്ചും അച്ചും എല്ലാവരും അത് ചെയ്തു കേട്ടോ. അപ്പോൾ കണ്ടോ, ഇതാണ് മീനൂട്ട് നടത്തുക. നല്ലൊരു എന്താ പറയുക, നല്ലൊരു വഴിപാടായിട്ടാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മീനൂട്ടൊക്കെ നടത്തി. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു. വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഈ സമയത്ത് വീണ്ടും ഒരു മോള് വന്നു കേട്ടോ. അപ്പോൾ ആ മോളെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം. കണ്ടോ കേട്ടോ.
വന്നു. അങ്ങനെ നമ്മൾ കയറിയത് ആ ഭക്ഷണമൊക്കെ വന്നു, ഭക്ഷണം കഴിച്ചു. വലിയ ഹോളാണ് കേട്ടോ, അതുകൊണ്ട് ഒരുപാട് പേര് ഒരേ സമയം കയറും. അധിക സമയമൊന്നും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഭക്ഷണം കഴിച്ചിറങ്ങിയില്ലേ? ഓ, ഭക്ഷണം കഴിച്ചു. പായസം ഉണ്ടായില്ലല്ലോ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം അവിടെ നല്ല മരമൊക്കെ ഉള്ളതുകൊണ്ട് ഒരു 5 മിനിറ്റ് അവിടെ നിന്നു കേട്ടോ. കാരണം എന്തേ ക്യൂ വീണ്ടും ഉണ്ട് കേട്ടോ. പക്ഷേ ഈ ക്യൂ ഒക്കെ പെട്ടെന്ന് നീങ്ങുന്നുണ്ട്. ഹോള് വലിയ ഹോളായതുകൊണ്ട് അപ്പോൾ ആളുകൾ ഇനി വെയിറ്റിംഗ് ആണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇനി പോകുന്നത് പുള്ളിലേക്കാണ് കേട്ടോ. പുള്ള് അവിടെ അടുത്ത് തന്നെയാണെന്ന് പറഞ്ഞത്, വരുന്ന വഴിക്കായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് കയറിയത്. അപ്പോൾ പുള്ള് പാടം അവിടേക്കാണ് ഇനി നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടെ എത്തിയിട്ട് അവിടുത്തെ കാഴ്ച കാണിച്ചു തരാം. അപ്പോൾ വണ്ടിയൊക്കെ അവിടെ ഇട്ടിട്ട് ഞങ്ങളൊന്ന് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. വഞ്ചിയൊക്കെ കണ്ടപ്പോൾ അതൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇതാ എല്ലാവരും കൂടി പോവാണ്. അപ്പോൾ എല്ലായിടത്തും ഇവർ ആദ്യം ഓടുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വേഗം വിളിച്ച് പിന്നാലെ പോവാണ്. പാറു അതും അടങ്ങി നിൽക്കില്ലല്ലോ. പുള്ള് പാടത്തേക്ക്